Beauty and the Beast. പണ്ട് ഒരു ധനികനായ വ്യാപാരിയും അദ്ദേഹത്തിന്റെ 3 കുട്ടികളും സന്തോഷത്തോടെ താമസിച്ചിരുന്നു. അച്ഛൻ ഒരു ദിവസം ദൂരെ എവിടെയോ പോവുകയായിരുന്നു. മടങ്ങിയെത്തുമ്പോൾ തന്റെ പെൺകുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ആദ്യത്തെ പെൺകുട്ടി ഒരു മാലയും രണ്ടാമത്തെ പെൺകുട്ടി ഡയമണ്ടും ആവശ്യപ്പെട്ടു. അച്ഛാ, എനിക്ക് വേണ്ടത് ഒരു റോസാപ്പൂവാണ്, മൂന്നാമത്തെ മകൾ ബ്യൂട്ടി പറഞ്ഞു. അച്ഛൻ സന്തോഷത്തോടെ അതെല്ലാം സമ്മതിച്ചു. മടക്കയാത്രയിൽ മൂത്ത 2 പെൺകുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വ്യാപാരി വാങ്ങി. വരുന്ന വഴിക്ക് ഒരു വലിയ കൊട്ടാരം കണ്ടു. അപ്പോഴാണ് തന്റെ ബ്യൂട്ടിയുടെ ആഗ്രഹം അയാൾക്ക് ഓർമ്മ വന്നത്. അയാൾ ആ കൊട്ടാരത്തിന്റെ അകത്തേക്ക് പോയി. അവിടെ ആരെയും കണ്ടില്ല. ഒരു വലിയ മേശയിൽ ഭക്ഷണം തയ്യാറായിരുന്നു. അയാൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അയാൾ അതെല്ലാം ആസ്വദിച്ചു കഴിച്ചു. പിന്നീട് രാത്രി അവിടെ വിശ്രമിച്ചു. ക്ഷീണം കൊണ്ട് അയാൾ കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ തിരിച്ചു പോകുന്നതിന് മുൻപ് അവിടെ നിന്ന് ബ്യൂട്ടിക്ക് ആവശ്യമായ റോസാപ്പൂക്കൾ അദ്ദേഹം പറിച്ചെടുത്തു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ഒരു മൃഗം ഓടി വന്നു. ഞാൻ നിനക്ക് ഭക്ഷണവും കിടക്കാൻ കിടക്കയും തന്നു, പകരം നിങ്ങൾ എന്റെ റോസാപ്പൂ മോഷ്ടിക്കുന്നോ? പേടിച്ച വ്യാപാരി തന്റെ മകൾ ബ്യൂട്ടിയുടെ ആഗ്രഹം പറഞ്ഞു. ബ്യൂട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാമെങ്കിൽ നിങ്ങളെ ഞാൻ വിട്ടയക്കാം, മൃഗം പറഞ്ഞു. അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. വീട്ടിലെത്തിയ വ്യാപാരി സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. മൃഗത്തോടൊപ്പം സമ്മതിക്കാൻ ബ്യൂട്ടി സമ്മതിച്ചു. ബ്യൂട്ടി മൃഗത്തോടൊപ്പം താമസിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബ്യൂട്ടിക്ക് തന്റെ അച്ഛനെ കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. ബ്യൂട്ടി തന്റെ ആഗ്രഹം ആ മൃഗത്തോട് പറഞ്ഞു. നീ തിരിച്ചു വരുമെന്ന് ഉറപ്പാണെങ്കിൽ നിനക്ക് പോകാം, മൃഗം പറഞ്ഞു. അവൾ സമ്മതം മൂളി. അവൾ വീട്ടിലെത്തി. സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു. ആ സന്തോഷത്തിന്റെ ഇടയ്ക്ക് അവൾ മൃഗത്തെ മറന്നുപോയി. അങ്ങനെയിരിക്കെ അവൾ ഒരു സ്വപ്നം കണ്ടു. ആ മൃഗം മരണത്തിന്റെ വക്കിലാണ്. പിറ്റേന്ന് തന്നെ അവൾ കൊട്ടാരത്തിലേക്ക് പോയി. ദയവായി മരിക്കരുത്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. പെട്ടെന്ന് തന്നെ മൃഗം ഒരു സുന്ദരനായ രാജകുമാരനായി മാറി. ഞാൻ ഒരു ശാപത്തിന് വിധേയനായിരുന്നു. ആരെങ്കിലും എന്നെ പ്രണയിച്ചാലേ ഞാൻ മോചിതനാകൂ. നീ എന്നെ സ്നേഹിച്ചതിനാൽ ഞാൻ ശാപത്തിൽ നിന്നും മുക്തനായി. അതിനുശേഷം അവർ രണ്ടുപേരും വിവാഹം കഴിക്കുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു.